ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധം. അപ്പം നമ്മൾ ഇന്നലെ 4-ാം അധ്യായത്തിൽ 17-ാം ശ്ലോകത്തിലാണെന്ന് എത്തിയതല്ലേ. അപ്പോൾ പ്രളയത്തിൻ്റെ അല്ലേ, സൃഷ്ടിയുടെ വിപരീതം. ഇപ്പോൾ താമസരാജസ സാത്വികങ്ങളായിട്ടുള്ള 3 അഹങ്കാരങ്ങളെയും മഹത്തത്വം അതുവരെയുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. ഗ്രസിച്ച് മഹത്തത്വത്തെ ത്രിഗുണങ്ങൾ വിഴുങ്ങും. ത്രിഗുണങ്ങളെയോ കാലത്താൽ പ്രേരിക്കപ്പെടുന്ന അവ്യാകൃതം അല്ലെങ്കിൽ പ്രധാനം അല്ലെങ്കിൽ മൂലപ്രകൃതി എന്നൊക്കെ പറഞ്ഞ ആ മായാഭഗവതി, മയല്ല അത് മഹാകാരണ ഭഗവതി വിഴുങ്ങും, ഗ്രസിക്കും. നതസ്യ കാല അവയവൈ പരിണാമാദയോ ഗുണാ അനാദ്യനന്തമവ്യക്തം നിത്യം കാരണമവ്യയം. തസ്യ അതിന് കാലാ അവയവൈ കാലത്തിൻ്റെ അവയവങ്ങൾ നിമിത്തം പരിണാമോദയാ ഗുണ പരിണാമം മുതലായ ഗുണങ്ങൾ ന ഇല്ല. അനാദി അതില്ലാത്തതും അനന്തം അവസാനമില്ലാത്തതും അവ്യക്തം ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതും നിത്യം എപ്പോഴും ഒരേ രൂപത്തിലിരിക്കണവും അവ്യയം അപക്ഷയമില്ലാത്തതും കാരണം. അപ്പോൾ പ്രധാനത്തിന് കാലാവയവങ്ങൾ നിമിത്തം പരിണാമമില്ല എന്ന് പറയാം. അപ്പോൾ ബ്രഹ്മം തന്നെയാണത്. അപ്പോൾ ജനനം മരണം ഇന്ദ്രിയ പ്രത്യക്ഷത്വം മുതലായ വികാരങ്ങളില്ലാത്തതുകൊണ്ട് എപ്പോഴും ഏകരൂപത്തിൽ നാശരഹിതമായിട്ട് പ്രധാനം അല്ലെങ്കിൽ അവ്യാകൃതം ഇരിക്കുന്നു. നയത്ര വാജോ ന മനോ ന സത്വം തമൂരജൂവാ മഹദാദയോമീ ന പ്രാണബുദ്ധീന്ദ്രിയദേവതാ വാ ന സന്നിവേശ ഖലു ലോകകൽപ്പ. എത്ര യാതൊന്നിൽ വാചവാക്കുകൾ ന പ്രവേശിക്കില്ല. മനസ്സുല സത്വം തമ രജ വാന സത്വം. സത്വം രജസ് തമസ് ഇതുമില്ല. അമീ മഹദാദയ മഹത്തത്വമില്ല, ഒന്നുമില്ല. പ്രാണബുദ്ധീന്ദ്രിയ ദേവത, പ്രാണങ്ങൾ ബുദ്ധി ഇന്ദ്രിയങ്ങൾ ദേവതകൾ ഒന്നുമില്ല. ലോകകൽപ്പ ലോകത്തിലുള്ള പോലെ സന്നിവേശ രചനവിശേഷം ന ഖലു ഇല്ലല്ലോ എന്ന് പറയാം. അപ്പോൾ പ്രധാനത്തിൽ വാക്കുകൾക്കും മനസ്സിനും സത്വാദി ഗുണങ്ങൾക്കും മഹദാദ തത്വങ്ങൾക്കും പ്രാണൻ ബുദ്ധി ഇന്ദ്രിയങ്ങൾ അധിഷ്ഠാന ദേവതകൾ ഇതിനൊന്നും പ്രവേശമില്ല. യാതൊന്നും ഉണ്ട് ഇല്ല, ജനിക്കണോ മരിക്കണോ ഇങ്ങനെയുള്ള വാക്കുകൊണ്ട് വ്യവഹരിക്കാൻ കഴിയുന്ന വസ്തുവല്ല. ഇന്ന വിധരിക്കുന്നുള്ള സങ്കല്പത്തിനും വിഷയമല്ല. ലോകത്ത് കാണപ്പെടുന്ന മാതിരിയുള്ള യാതൊരു ആകൃതി വിശേഷവും പ്രധാനത്തിനില്ല. അതുകൊണ്ട് സർവവികാരങ്ങളും ബാധിക്കാത്ത സത്യവസ്തുവാണ് പ്രധാനം എന്ന് സാരം. അവ്യാകൃതം എന്ന് പറയണം. അത് തന്നെയാണ്. ന സ്വപ്ന ജാഗ്രന്ന ച തത് സുഷുപ്തം നഖം ജലം ഭൂർ അനിലോ അഗ്നിരർക്കാ സുഷുപ്തവത് ശൂന്യതവർക്ക സുഷുപ്തവ ശൂന്യവദപ്രതർക്യം തന്മൂലഭൂതം പദമാം അനന്തി. ന സ്വപ്ന ജാഗ്രന്ന ച തത് സുഷുപ്തം നഖം ജലം ഭൂർ അനിലോ അഗ്നിരർക്കാ സുഷുപ്തവൽ ശൂന്യവദപ്രതർക്യം തന്മൂലഭൂതം പദമാം അനന്തി. സ്വപ്ന ജാഗ്രവത്ന സ്വപ്നം ജാഗ്രത് സ്വപ്നം ഈ അവസ്ഥകളൊന്നുമില്ല. തത് സുഷുപ്തം ചാന അത് സുഷുപ്തിയാവസ്ഥയുള്ളതുമല്ല. ഖം ആകാശം ജലം വെള്ളേ ഭൂമി അനില വായു അഗ്നി തീ അർക്ക സൂര്യൻ ന ഇല്ല. സുഷുപ്തിയെ പ്രാപിച്ച പോലെ ശൂന്യം പോലെ അപ്രതർക്യം ഊഹിക്കപ്പെടാൻ കഴിയാത്തത് മൂലഭൂതം മൂലായി ഭവിച്ചതാണെന്ന് തത് അതിനെ ആമനന്തി പറയണം. അപ്പം ജാഗ്രത സ്വപ്നം സുഷുപ്തി 3 അവസ്ഥകളും പ്രധാനത്തിനില്ല.
ആകാശം, ജലം, ഭൂമി, വായു, അഗ്നി, ഈ ഭൂതങ്ങളും അവിടെ ഇല്ല. പ്രധാനം അല്ലെങ്കിൽ മൂലപ്രകൃതി പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് എന്നതിൻ്റെ സാരം. സൂര്യൻ ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുമോ? പ്രകാശിപ്പിക്കില്ല. ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാണോ? അല്ല. സുഷുപ്തം പോലെയും അല്ലേ, സുഖമായിട്ട് സുഷുപ്തി പോലെയും അതിസൂക്ഷ്മമായതുകൊണ്ട് ശൂന്യം പോലെ ഇരിക്കുന്ന ആ വസ്തു സർവത്തിനും മൂലകാരനാണ് വേദങ്ങൾ ഘോഷിക്കുന്നു. പൂരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠാ സാ പരാഗതി. പുരുഷനെ കൂടാണ്ട് അന്യമായിട്ടുള്ള വസ്തു യാതൊന്നുമില്ല. എല്ലാറ്റിൻ്റെയും പരമ അവധിയും പ്രാപ്യസ്ഥാനവും ആ പുരുഷനാണെന്ന് വേദം ബോധിപ്പിക്കുന്നു. ലയപ്രാകൃതികോശേഷാം പൂരുഷ അവ്യക്തയോർയതാ ശക്തയ സംപ്രലീയന്തേ വിവശാ കാലവിദ്രുത. പുരുഷ അവ്യക്തയോ, പുരുഷൻ്റെ അവ്യക്തത്വത്തിൻ്റെയും ശക്തികൾ കാലവിദ്രുത, കാലത്താൽ ബാധിക്കപ്പെട്ട് വിവശ പരാധീനങ്ങളായിട്ട് യഥാ സംപ്രലീയന്തേ, എപ്പോൾ ലയിക്കണോ തഥാ അപ്പോൾ ഏഷ പ്രാകൃതികാലയ, ഈ പ്രകൃതി ആണെന്ന് പറയുന്ന ലയം. ഇപ്പോൾ പ്രാകൃത പ്രളയ നിരൂപണം ഉപസംഹരിക്കുന്നു. പുരുഷൻ്റെ അവ്യക്തത്വത്തിൻ്റെയും ശക്തികൾ അല്ലേ, കാലത്തിന് അധീനകളായിട്ട് സ്വന്തം പ്രവൃത്തികൾ നിർവഹിക്കാൻ അസമർത്ഥരായിട്ട് എപ്പോൾ സ്വന്തം കാരണങ്ങളിൽ ക്രമേണ ലയിക്കുന്നു അപ്പോഴുണ്ടാവുന്ന ഈ പ്രളയമാണ് പ്രാകൃതിക പ്രളയം. ഇപ്പോൾ സർവവും നശിച്ച് ബ്രഹ്മം മാത്രം അല്ലെങ്കിൽ പ്രധാനം അല്ലെങ്കിൽ അവ്യാകൃതം മാത്രം അവശേഷിക്കുന്ന അവസ്ഥയാണ് പ്രാകൃതിക പ്രളയം. ബുദ്ധീന്ദ്രിയാർത്ഥരൂപേണ ജ്ഞാനം ഭാതി തദാശ്രയം ദൃശ്യത്വ അവ്യതിരേകാഭ്യാം ആദ്യന്തവത് അവസ്തു യത്. ബുദ്ധീന്ദ്രിയാർത്ഥരൂപേണ, ബുദ്ധീന്ദ്രിയങ്ങൾ അർത്ഥങ്ങളെന്ന രൂപത്തിൽ തദാശ്രയം ജ്ഞാനം ഭാതി, അവരുടെ ആശ്രയമായിട്ട് അറിവ് വിളങ്ങുന്നു. ദൃശ്യത്വാവ്യതിരേകാഭ്യാം, ദൃശ്യത്വം മൂലം അപൃഥഗ്ഭാവം ഹേതുവായിട്ടും ആദ്യന്തവത് ആദ്യം അവസാനമുള്ളത് യാതൊന്നു തത് അത് അവാസ്തു വാസ്തവല്ലാത്തതാണ്. ഇതുകൊണ്ട് ഇതുമുതൽ 12 ശ്ലോകം കൊണ്ട് ആത്യന്തിക പ്രളയം പ്രതിപാദിക്കുന്നു. സർവകാരനായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ സാക്ഷാത്കാരം കൊണ്ട് അനുഭവപ്പെടുന്ന സർവപ്രപഞ്ചലയത്തിന് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നു അല്ലേ. ആത്മസാക്ഷാത്കാരത്തിനാണ് ആത്യന്ത പ്രളയം എന്ന് പറയുന്നത്. അത് തന്നെയാണ് മോക്ഷം. പ്രപഞ്ചമാവുന്ന പോലെ സത്യവസ്തുവാണെങ്കിൽ അതിന് ലയം ഭവിക്കില്ലല്ലോ. അതുകൊണ്ട് ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട സ്ഥിതി പ്രപഞ്ചത്തിനില്ല എന്ന് കാണിക്കുന്നു. ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഗ്രാഹകൻ, കരണങ്ങൾ, ഗ്രാഹ്യങ്ങൾ, ഈ രൂപത്തിലൊക്കെ ജ്ഞാനം ഒന്ന് തന്നെയാണ്. ബുദ്ധികൾക്കും ഇന്ദ്രിയങ്ങൾക്കൊക്കെ ആശ്രയമായിട്ട് സർവ്വതാ വിളങ്ങണ കാണത്തക്ക തന്നെ കാരണത്താലും സർവകാരനായിരിക്കുന്ന ജ്ഞാനത്തോടു കൂടാണ്ട് പിരിഞ്ഞിരിപ്പില്ലാത്തതുകൊണ്ടും ആദ്യ അവസാനം ഉള്ളതായിട്ട് കാണപ്പെടുന്ന പ്രപഞ്ചം അത് ബ്രഹ്മത്തെ കൂടാണ്ട് ത്രിലോകത്തിലും ഇല്ലാത്തതായതുകൊണ്ട് പ്രപഞ്ചം സത്യമല്ല. ദീപചക്ഷുശ്ച രൂപം ച ജ്യോതിഷോ ന പൃഥക് ഭവേത് ഏവം ദീഘാനി മാത്രാശ്ച ന സ്യുർ അന്യതമാതൃതാത്. ദീപചക്ഷുശ്ച രൂപം ച ജ്യോതിഷോ ന പൃഥക് ഭവേത് ഏവം ദീഘാനി മാത്രാശ്ച ന സ്യുർ അന്യതമാതൃതാത്. ദീപ വെളിച്ചവും, ചക്ഷു ച നേത്രവും, രൂപം ച രൂപം, ജ്യോതിഷ ജ്യോതിസിന്ന് പൃഥക് ന ഭവേത് വേറെയല്ല. ഏവം ഇപ്രകാരം ബുദ്ധിയും ഘാനി ഇന്ദ്രിയങ്ങളും മാത്രാജ ശബ്ദാദികളും അവയിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ഹൃദാ സത്യത്തിൽ നിന്ന് വേറിട്ടായിട്ട് നസ്യു ഭവിക്കില്ല എന്ന് പറയുകയാണേ. അപ്പോൾ കാരണമായിട്ടുള്ള ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട പ്രപഞ്ചം സത്യമല്ല എന്ന് പറഞ്ഞ ദൃഷ്ടാന്തം കൊണ്ട് ബോധിപ്പിക്കുകയാണ്. വെളിച്ചവും നേത്രവും രൂപവും അവരുടെയൊക്കെ കാരണമായിരിക്കുന്ന തേജസ്സിൽ നിന്ന് ഭിന്നമായിട്ടുള്ള വസ്തുക്കളല്ല. അതുപോലെ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ശബ്ദാദി വിഷയങ്ങളും
അതിൽ നിന്ന് വേറിട്ടിരിക്കുന്ന സത്യബ്രഹ്മത്തിൽ നിന്ന് ഭിന്നങ്ങളല്ല. ബുദ്ധീന്ദ്രിയാദികളെ ആശ്രയിക്കാണ്ട് ബ്രഹ്മം സ്വയം വിളങ്ങും അല്ലേ? ബ്രഹ്മത്തെ കൂടാണ്ട് ബുദ്ധിക്ക് ഇന്ദ്രിയത്തിനും വിളങ്ങാൻ സാധിക്കുമോ? ഇല്ലാന്ന്. അത് തന്നെയാണ് സിദ്ധാന്തം. ബുദ്ധേർ ജാഗരണം സ്വപ്ന സുഷുപ്തിരിതി ചോപ്യതേ മായാമാത്രമിതം രാജൻ നാനാത്വം പ്രത്യേകാത്മനി. ജാഗരണം ജാഗ്രതാവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ. ബുദ്ധേ ഇതി ഉച്ചതേ ബുദ്ധിയുടേതാന്ന് പറയപ്പെടുന്നു. രാജൻ്റെ രാജാവ് പ്രത്യേകാത്മനി പരമാത്മാവിൽ ഇതം നാനാത്വം, ഈ നാനാഭാവം മായാമാത്ര വിദ്യ കൽപ്പിക്കപ്പെട്ടാണ്. അപ്പോൾ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഈ മൂന്നവസ്ഥകളും വിശ്വൻ, തൈജസൻ, പ്രജ്ഞൻ എന്ന് പറയപ്പെടുന്ന അവസ്ഥാത്രയാഭിമാനികളും ആത്മസ്വരൂപത്തെ മറയ്ക്കണ വിദ്യയാൽ കൽപ്പിക്കപ്പെടുന്നതാണ്. ജാഗ്രതാദ്യാവസ്ഥാത്രയും ബുദ്ധിയുടെ വൃത്തിഭേദത്തിലാണ് ഉണ്ടാവുന്നത്. ബുദ്ധിനാശത്താൽ ആ അവസ്ഥകളും അങ്ങോട്ട് നശിക്കും. അവസ്ഥാനാശത്തിൽ അവസ്ഥകളെ അഭിമാനിക്കുന്നവരും അല്ലേ? തൈജസൻ, സുപ്തൻ, പ്രജ്ഞൻ ഇത് മൂന്നും ഇല്ലാന്ന് പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് പ്രത്യേകാത്മാവ് മാത്രം സത്യസ്വരൂപൻ, അതിന് ഒരു കാലത്തും നാശല്യാം. അപ്പോൾ യഥാ ജലധരാവ്യോംനി ഭവന്തി ച ബ്രഹ്മണീദം തഥാ വിശ്വം അവയവ ഉദയാപ്യയാത്. യഥാ ജലധരാവ്യോംനി ഭവന്തി ച ബ്രഹ്മണീദം തഥാ വിശ്വം അവയവ ഉദയാപ്യയാത്. വ്യോംനി വ്യോമത്തിലെ ജലധര മേഘങ്ങൾ യഥാഭവന്തി ഏതുവിധം ഭവിക്കണു, യഥാനഭവന്തി ഏതുവിധം ഭവിക്കണില്ലയോ തഥാ അതുപോലെ അവയവി ഇതം വിശ്വം അവയവത്തോടുകൂടിയ വിശ്വം ഉദയാപ്യാത് ഉണ്ടായി നശിക്കണമുണ്ട്. ബ്രഹ്മകൽപ്പിത ബ്രഹ്മത്തിൽ കൽപ്പിക്കപ്പെട്ടേക്കണു. അപ്പോൾ വിശ്വം ആദ്യം അവസാനമുണ്ട് അല്ലേ? പ്രപഞ്ചത്തിന് ആദ്യ അവസാനങ്ങളുണ്ട്. അതുകൊണ്ട് അതാ സത്യാന്നും ബ്രഹ്മം സത്യാന്നും ദൃഷ്ടാന്തപൂർവം ഇവിടെ തെളിവ് വരികയാണ്. ഏതൊക്കെ വസ്തുക്കൾക്ക് അവയവങ്ങളുണ്ടോ അതിന് ആദ്യ അവസാനമുണ്ട്. മൺകുടം പോലെ ഉണ്ടാവുക നശിക്കുക എന്നുള്ള ഭാവം വിശ്വത്തിന് ഉള്ളതുകൊണ്ട് അത് സത്യമല്ല. ഇപ്പോൾ വിശ്വത്തിന് അല്ലേ, പ്രപഞ്ചത്തിന് ആദ്യ അവസാനം ഉള്ളതുകൊണ്ട് അസത്യാന്നും ബ്രഹ്മം സത്യാന്നും ദൃഷ്ടാന്തപൂർവം ഇവിടെ ഈ ശ്ലോകത്താൽ പ്രൂവ് ചെയ്യാണ്, സാധിക്കുകയാണ്. ഏതൊരു വസ്തുവിന് അവയവമുണ്ടോ അതിന് ആദ്യ അവസാനമുണ്ട്. മൺകുടം പോലെ ഘടാധികാര്യങ്ങളെപ്പോലെ ഉണ്ടാവുക നശിക്കുക എന്നുള്ള ഭാവം വിശ്വത്തിനുണ്ട് അല്ലേ? അതുകൊണ്ട് അത് സത്യമല്ല. ഉദയാസ്തമയം ഏതൊന്നിനെ ആശ്രയിച്ചിട്ടാണ് ഉണ്ടാവണേ ആ വസ്തു ബ്രഹ്മം അല്ലേ, മാത്രം സത്യം. മേഘ ചിലപ്പോൾ ആകാശത്ത് കാണപ്പെടുകയും ചിലപ്പോൾ കാണപ്പെടാണ്ടിരിക്കുകയും ചെയ്യപ്പെടുന്ന പോലെ ലോകം ഉത്ഭവിക്കുകയും നശിക്കുകയും ചെയ്യുന്നു. വിശ്വത്തിന് അധിഷ്ഠാനമായിട്ടുള്ള ബ്രഹ്മവും എപ്പോഴും ഒരുപോലെ ഇരിക്കുന്നു, ഏകനിലയിലിരിക്കുന്നു. വിശ്വത്തിൻ്റെ ഉത്ഭവം നാശം എന്നുള്ള ദോഷമൊന്നും ബ്രഹ്മത്തിനില്ല എന്ന് സിദ്ധാന്തം. സത്യം അവയവാ പ്രോക്ത സർവ അവയവിനാമിഹ വിനാർത്ഥേന പ്രതീയേരൻ പടസ്യേവാംഗ തന്തവാം. സത്യം അവയവാ പ്രോക്ത സർവ അവയവിനാമിഹ വിനാർത്ഥേന പ്രതീയേരൻ പടസ്യേവാംഗ അംഗതന്തവ. സർവ അവയവിനാം അവയവങ്ങളോട് കൂടിയോടെ അവയവം സത്യം ഹി സത്യം തന്നെയാണ്. പ്രോക്തം പറയപ്പെട്ടിരിക്കുന്നു. അംഗരാജാവെ പടസ്യ വസ്ത്രത്തിൻ്റെ തന്തവ നൂല് പോലെ അർത്ഥേനവിന് അവയവയോട് കൂടാണ്ട് പ്രതീയേരൻ പ്രകാശിക്കും. ഇപ്പോൾ കാര്യമായ ജഗത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ബ്രഹ്മത്തിന് മുമ്പേ ബ്രഹ്മം എന്ന്
അപ്പോൾ ഈ ജഗത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന വസ്തുവാണ് ബ്രഹ്മെന്ന് ഇതിനു മുമ്പ് പറഞ്ഞ പോലെ പറഞ്ഞതിനെ ദൃഷ്ടാന്തപൂർവം ഉപാധിക്കുകയാണ്. ഈ അവയവമാണ് കാരണം അല്ലേ, അവയവിയാണ് കാര്യം അല്ലേ. അവയവമായിട്ടുള്ള നൂലില്ലെങ്കിൽ വസ്ത്രമുണ്ടോ? അവയവിയായിട്ടുള്ള വസ്ത്രമുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നൂല് അവയവം, വസ്ത്രം അവയവി. അവയവിയായിട്ടുള്ള കാര്യമായിട്ടുള്ള വസ്ത്രത്തെ കൂടാണ്ട് അവയവമായിട്ടുള്ള കാരണമായിട്ടുള്ള നൂല് സ്ഥിതി ചെയ്യും. ഒരു വസ്ത്രം ഇല്ലെങ്കിൽ നൂലിന് നിലനിൽപ്പുണ്ട് അല്ലേ. നൂലില്ലെങ്കിൽ വസ്ത്രത്തിന് നിലനിൽപ്പുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവയവം സത്യം, അവയവിയായിട്ടുള്ള വസ്ത്രം മിഥ്യ. ഈ ന്യായപ്രകാരം വിശ്വത്തിൻ്റെ കാരണമായിട്ടുള്ള ബ്രഹ്മം സത്യം, വിശ്വം മിഥ്യ. വിശ്വത്തെ കൂടാണ്ട് ബ്രഹ്മം സ്ഥിതി ചെയ്യും. ബ്രഹ്മത്തെ ആശ്രയിക്കാണ്ട് വിശ്വത്തിന് നിലനിൽപ്പില്ല അല്ലേ. ആത്മാവിനെ ആശ്രയിക്കാണ്ട് ഒരു ശരീരത്തിന് നിലനിൽപ്പുണ്ടോ? ഒരു പൂച്ച അല്ലേ, ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ പൂച്ചയാവില്ലല്ലോ. പിന്നെ അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അഴുകി എല്ലും തൊലിയും ചീഞ്ഞ് പുഴുക്കളൊക്കെ ആയിട്ട് മാറും അല്ലേ. അതുപോലെ ആത്മാവിനെ ബ്രഹ്മത്തെ ആശ്രയിക്കാണ്ട് വിശ്വത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന സ്വതന്ത്ര ആയിട്ടുള്ള അസ്തിത്വം വിശ്വത്തിന് ഇല്ല. യത് സാമാന്യ വിശേഷാഭ്യാം ഉപലഭ്യേത സഭ്രമ അന്യോന്യ അപാശ്രയാത് സർവം ആദ്യന്തവതവസ്തു. യത് സാമാന്യ വിശേഷാഭ്യാം ഉപലഭ്യേത സഭ്രമ അന്യോന്യാപാശ്രയാത് സർവം ആദ്യന്തവതവസ്തു. യത് സാമാന്യവിശേഷാഭ്യം സാമാന്യവിശേഷങ്ങളോടുകൂടി യാതൊന്ന് ഉപലഭ്യത കാണപ്പെടുന്നു. സഭ്രമ അത് ഭ്രമാണ്. അന്യോന്യാപാശ്രയാത് അന്യോന്യം ആശ്രയിച്ചിരിക്കത്ത ഹേതുവായിട്ട് അത്യന്തവത് യത് ആദ്യം അന്തമുള്ളത് യാതൊന്നു തത് അതാ വസ്തു അത് മിഥ്യ. ഇപ്പം കാര്യകാരണങ്ങൾക്ക് ഭേദമില്ല എന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിരിക്കുക. കാര്യം മിഥ്യം കാരണം സത്യാന്ന് ഉള്ള എങ്ങനെയാവണേന്ന് ശങ്കയ്ക്ക് സമാധാനം. കാര്യവും കാരണം ഭേദമില്ല, പിന്നെ ഇങ്ങനെ ഒരു കാര്യം സത്യവും മറ്റൊന്നും മിഥ്യാവണേ? അതാണ് ഇവിടുത്തെ ചോദ്യം. അതത് രൂപത്തിൽ വെവ്വേറെ കാണപ്പെടുന്ന വസ്തുവിനെ വിശേഷം എന്ന് പറയും അല്ലേ. ഉദാഹരണം ദൃഷ്ടാന്തം കടകം, കുണ്ഡലം അല്ലേ. ഇതൊക്കെ ഭിന്നം ഭിന്നമായിട്ട് കാണപ്പെടുന്ന അല്ലേ. മാല, വള, കമ്മൽ അല്ലേ, ആഭരണങ്ങൾ വിശേഷമാണ്. ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കണ സ്വർണം സാമാന്യമാണ്. അപ്പോൾ സാമാന്യ വിശേഷങ്ങളോടുകൂടി കാണപ്പെടുന്ന യാതൊന്നാണോ അത് ഭ്രമം, സത്യമല്ലാന്ന് സാരം. എന്താ വെച്ചാൽ അന്യോന്യാശ്രയം എന്നുള്ള ദോഷം നിമിത്തം ഒന്നും മറ്റൊന്നിനോട് കൂടാണ്ട് നിലനിൽക്കില്ലല്ലോ. അപ്പോൾ സാമാന്യ വിശേഷ രൂപങ്ങൾക്ക് ഉദയം അസ്തമയമുണ്ട്. ആദ്യ അവസാനം ഏതൊന്നിനുണ്ടോ അതൊക്കെ ആ വസ്തുവാണ്. ആദ്യ അവസാനം ഇല്ലാതെ എപ്പോഴും ഏകനിലയിലിരിക്കുന്ന യാതൊന്നോ അത് മാത്രമാണ് പരമാർത്ഥം. ഇപ്പോൾ സ്വർണത്തിന് ആദ്യ അവസാനം ഇല്ല അല്ലേ. മാലയും കമ്മലും വളയൊക്കെ ആദ്യ അവസാനമുണ്ട്. അതുപോലെ തന്നെയാണ് ആത്മാവ്. വികാര ധ്യായമാനോപി പ്രത്യഗാത്മാനമന്തരഹന നിരൂപ്യോ അസ്ത്യനുരപി സ്യാച്ചേച്ചി സമ ആത്മാവത്. വികാരം കാര്യം ധ്യായമാനാവി പ്രകാശിക്കപ്പെടണമെങ്കിലും പ്രത്യഗാത്മാനം അന്തര പരമാത്മാവിനെ കൂടാണ്ട് നിരൂപിക്കപ്പെടാൻ യോഗ്യമായിട്ട് അണു അഭിനാസ്തി, അണു മാത്രമില്ല. സ്യാച്ചേ ഉണ്ടെങ്കിൽ ആത്മാവത് ആത്മാവിനെ പോലെ ചിത്തിന് സദൃശം തന്നെയാണെന്ന് പറയാം. നിങ്ങൾ പ്രതിപാദിച്ച രീതിയിൽ അനേക ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് പ്രപഞ്ചം മിഥ്യാന്ന് നമുക്ക് മനസ്സിലാക്കിച്ചു തന്നു അല്ലേ. പിന്നെയും ശങ്കിക്കാണ് പ്രപഞ്ചവും കാണപ്പെടണമുണ്ട്, അതും ആത്മാവിനെ പോലെ സത്യയെ തന്നെ ഇരിക്കട്ടെ എന്ന് നിശ്ചയിച്ചാൽ എന്താ അത്ര ദോഷം എന്നാണ് ശങ്കാസ്വരൂപേന് സമാധാനം. വ്യവഹാരദശയിൽ കാണപ്പെടണമെങ്കിലും പ്രപഞ്ചം പരമാത്മാവിനെ കൂടാണ്ട് കാണപ്പെടില്ല അല്ലേ. അഥവാ കാണപ്പെടണമെങ്കിൽ ആ അനുഭവം ആത്മാവിനെ പോലെ ചിദ്രൂപമായിട്ട് തന്നെ ഇരിക്കും. അതും ഏകരൂപം തന്നെയാണ്. നഹി സത്യസ്യ നാനാത്വമവിദ്വാൻ യതി മന്യതേ നാനാത്വം ചിദ്രയൂർ യദ്വ ജ്യോതിഷോർവാദയോരിവ. സത്യത്തിന് നാനാത്വം നാനാഭാവം നഹി ഇല്ല. യതി മന്യതേ വിചാരിക്കണമെങ്കിൽ അവിദ്വാൻ അറിവില്ലാത്തവൻ ചിത്രയോ ദ്വാരങ്ങളിലും ജ്യോതിഷോ
തേജസ്സുകളിലും വാതയോ വായുക്കളിലും നാനാത്വം നാനാഭാവം പോലെ. എന്തുകൊണ്ട് ഏകരൂപം എന്ന് വാദിക്കണേ? സത്യത്തിന് നാനാഭാവമില്ല. സത്യമായിരിക്കണമെങ്കിലും ആത്മാവിന് ജീവനെന്നും ബ്രഹ്മെന്ന് രണ്ട് രൂപമില്ലേന്ന് ആക്ഷേപം ഉണ്ടെങ്കിൽ ജീവബ്രഹ്മഭേദകൽപ്പന അറിവില്ലായ്മയുടെ ലക്ഷണമെന്ന് ധരിച്ചോളൂ. നാനാത്വം വസ്തുഭേദം നിമിത്തമല്ല, ഉപാധിഭേദം നിമിത്താണ്. ആകാശത്തിനെ പോലെ ഘടത്തിൽ വ്യാപിച്ചിരിക്കണം, ഗൃഹത്തിൽ വ്യാപിച്ചിരിക്കണം. ആകാശം ഒന്ന് തന്നെ. ഘടവ്യാപ്തി ഗൃഹവ്യാപ്തി എന്നുള്ള ഭേദത്താൽ പരിച്ഛിന്ന ഭാവം കാണപ്പെടുന്നു. ഉപാധിയുടെ അഭാവത്തിൽ എങ്ങും വ്യാപിച്ചിരിക്കണ ആകാശം മാത്രമല്ലാണ്ട് വേറൊന്നുമില്ല. അതുപോലെ ശരീരോപാധി നിമിത്തം ജീവനാന്നും അതിൻ്റെ അഭാവത്തിൽ ബ്രഹ്മാന്നും പറയണു. ഇത് പരിച്ഛിന്നം എന്നുള്ള ഭേദത്തെ കാണിക്കാൻ ഉപയോഗിച്ച ദൃഷ്ടാന്തം. ശരീരവ്യാപ്തി നിമിത്തം വികാരിയെന്നും അതിൻ്റെ അഭാവത്തിൽ നിർവികാരിയെന്നും പറയപ്പെടുന്ന ദൃഷ്ടാന്തം. ജ്യോതിഷോരിവ എന്ന ആകാശത്ത് കാണപ്പെടുന്ന സൂര്യബിംബം ജലാശയത്തിൽ പ്രതിഫലിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഈ ചലനാദി ധർമ്മങ്ങൾ പ്രതിബിംബത്തിൽ കാണപ്പെടും. ആകാശത്തിൽ പ്രകാശിക്കുന്ന സത്യസ്വരൂപത്തിലോ അത് കാണപ്പെടില്ല. അതുപോലെ അന്ധകരണ സംബന്ധ നിമിത്തം സുഖദുഃഖാദ്യാവസ്ഥവാനെന്നും തൽഭാവത്താൽ നിത്യാനന്ദ സ്വരൂപനെന്നും അറിയപ്പെടുന്നു. അതിൻ്റെ അഭാവത്താൽ അല്ലെ ശരീരമില്ലെങ്കിൽ. വ്യാപാരഭേദത്തിന് ദൃഷ്ടാന്തം പറയണു. വാതയോരിവ എന്ന് പുറമെ വീശണ കാറ്റ് മഹാവൃക്ഷാദികളെ ചലിപ്പിക്കും. ശരീരാന്തർഭാവത്തെ ചലിപ്പിക്കുന്ന പ്രാണവായു ശരീരത്തെ പ്രേരിപ്പിക്കും. അതുപോലെ അല്പൻ മഹാശക്തൻ എന്നുള്ള ഭേദവും ഉപാധികൃതം തന്നെ. അതിനാൽ ജീവഭേദ ബ്രഹ്മഭേദകൽപ്പനയ്ക്ക് ഉപാധി സംബന്ധവും തൽഭാവവും തന്നെ കാരണം, വസ്തുഭേദമല്ല എന്ന് സിദ്ധാന്തം. ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. കായേ